ഹായ് ക്രിഡ്സേഴ്സ്, ഞാൻ നമ്മുടെ ആശ്രമ മൈതാനത്ത് സറയൽ വാട്ടർഫാൾസിൽ പോയിരുന്നു. അല്ലെ വാട്ടർഫാൾസിൽ ഞങ്ങൾ നിന്നൊക്കെ എൻ്റെ ചാനലിൽ ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്ത മുറിയാണ് നമ്മുടെ ഒരു കിളികളുടെ ഒരു മുറിയാണ്. ഇതാണ് അവിടത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് വെള്ളച്ചാട്ടം ഉണ്ട്. ഇതാണ് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത്. ഒരുപാട് കിളികളുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ പറന്ന് നടക്കും. ഇവർക്കെല്ലാം പ്രത്യേകം ഫുഡും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ മരക്കൊമ്പുകളിലിരിക്കും. ചിലതൊക്കെ ദാണ്ട് അവിടെ ഇങ്ങനെ കളറ് ഇണയനുസരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല രസമാണ്. കണ്ടോ, നമ്മുടെ AC വെച്ചിരിക്കുന്ന ഇതിനകത്ത് വരെ കിളികളിരിക്കും. അവരെയൊക്കെ ഇങ്ങനെ പറത്തി വിടുമ്പോൾ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് അവർക്കിങ്ങനെ പറന്ന് നടക്കാം കേട്ടോ. നമ്മുടെ കൂടുകളിലൊന്നും ഇരിക്കുന്ന പോലല്ല, ഇതൊരു ഓഡിറ്റോറിയത്തിൻ്റെ അത്രയും വലിപ്പമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ പറന്ന് നടക്കാൻ കഴിയും. എന്തൊരു പ്രത്യേക രസമാണ്. പിന്നെ കോക്കറ്റെയിൽസിൻ്റെ ഒരു കളറുണ്ട്. ഞങ്ങളുടെ വീട്ടിലും കോക്കറ്റെയിൽസ് ഉണ്ട്, പക്ഷേ ഒരു ഇല്ലാത്തൊരു കളറുണ്ട്. ഒരു ഗ്രേ പോലത്തെ ഒരു കളറാണ്. ആ കളർ ഇവിടെ ഞാൻ കണ്ടു കേട്ടോ. പിന്നെ നമ്മുടെ സൺകോണൂർ അങ്ങനത്തെ വെറൈറ്റീസ് ഓഫ് കിളികളിലൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ നമ്മുടെ തോളത്ത് വെച്ച് തരും കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തത് ഈ കൊക്കാറ്റോ എന്ന് പറയുന്ന ഈ ഒരു പക്ഷിയാണ്. ഞാൻ ചെറുതായിട്ടൊക്കെ പേടിച്ചാണ് ഇരിക്കുന്നത്, കാരണം ഇതിനെ കാണുമ്പോൾ ഒരു കൗതുകമെങ്കിലും പേടിയാണ് എനിക്ക്. ഇത് എന്ന് പറയുമ്പോൾ ഇതൊരു സ്കൂബ ഡൈവറാണ്. ഞങ്ങൾ കൈയൊക്കെ കാണിക്കുമ്പോൾ തിരിച്ച് കാണിക്കുന്നുണ്ട്. സ്കൂബ ഡൈവർ ഓക്സിജനൊക്കെ വെച്ച് ഇവിടെ ഇരിക്കുന്നതാണ്. കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വെള്ളത്തിൽ ചെയ്യുമ്പോൾ. പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് നിൽക്കാൻ ഓരോരുത്തരും ഇങ്ങനെ കൈയൊക്കെ കാണിക്കുമ്പോൾ തിരിച്ച് കാണിക്കുന്ന കാണാനും അടിപൊളിയാണ്. ഇത് വേറെയാണ്. ഇത് മത്സ്യകന്യകയാണ്. ഇത് ഓക്സിജനൊന്നും വയ്ക്കാത്തതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് മുകളിൽ പോകുന്നുണ്ട് കേട്ടോ. ശ്വാസം എടുക്കാൻ കണ്ടോ, ഇത് മുകളിൽ പോവുകയാണ്. ഇത് നമ്മൾ ഒരു റൂം വിട്ടുപോയി കേട്ടോ. നമുക്ക് വേറെ റൂം കൂടെ കാണാനുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ ആ റൂം. ഇതും കൊള്ളാം കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ കുഞ്ഞു ഫ്ലവറുകളുണ്ട്. പിന്നെ നമ്മുടെ പുൽച്ചാടി, ഇതുപോലത്തെ ലേഡി ബഗ്സ്, ബട്ടർഫ്ലൈസ്, അതുപോലെ തേനീച്ച, അങ്ങനെ എല്ലാം ബിഗ് മോഡലിലുണ്ട് കണ്ടോ. മരമൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ ചെറിയ പൂക്കളൊക്കെ താഴെ ഇരിക്കുന്നതാണ് പ്രത്യേക രസമാണ്. എൻ്റെ നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനും അടിപൊളിയാണ്. ഞാൻ ഫോട്ടോ എടുത്തു കേട്ടോ, ഒരുപാട് എടുത്തു. പിന്നെ ഈ ഒരു ഈ റോബോട്ട്സിനെയൊക്കെ കാണാനും അടിപൊളിയാണ്. പിന്നെ നമ്മളൊരു പഞ്ഞിമുട്ടായി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം ഒരു മഞ്ഞ പറഞ്ഞു, മഞ്ഞയും പിന്നെ ഒരു പിങ്കും കൂടെ വേണം. പിങ്കാണ് അതിപ്പോൾ തയ്യാറാക്കിയത് നേരത്തെ. പിന്നെ നമ്മൾ ഈ സാധനത്തിലും കൂടെ കയറി കേട്ടോ. ഇത് നമ്മുടെ ഒരു ബട്ടർഫ്ലൈ ആണ്. ഇതാണ് എനിക്ക് ഇച്ചിരിയും കൂടെ ഇഷ്ടമുള്ളത് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ റൂമിൽ. പിന്നെ നമ്മൾ ജയൻറ്റ് വീലിലും കയറിയായിരുന്നു കേട്ടോ. ജയൻറ്റ് വീലിൽ ഇത് എൻ്റെ ചാനലിൽ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുകളിൽ കയറുന്നതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫിയയുടെ ചെറിയ തുള്ളിച്ചാട്ടമൊക്കെയാണ്. ഒക്കെ അതിനകത്ത് കയറണമെന്ന് പറഞ്ഞു കയറ്റി വിട്ടു. കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ, അത് ഒരുപാട് ചാടാനുണ്ടായിരുന്നു. അതിനകത്താണ് നമ്മൾ കയറിയത് ജയൻറ്റ് വീല്. ആശ്രമ മൈതാനത്ത് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജയൻറ്റ് വീലായിരുന്നു ഇത്. കണ്ടോ, ഇപ്പം നിരങ്ങി വരുന്നതാണ് ഫിയ. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.